ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് സോളാർ സിസ്റ്റത്തിൻ്റെ സിമ്പിളായിട്ടുള്ള ഒരു വർക്കിംഗ് മോഡൽ ഉണ്ടാക്കുന്നത് കാണാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബ്ലാക്ക് ചാർട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു യെല്ലോ ചാർട്ടിൽ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതുപോലെ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് വലിയ ഒരു തെർമോക്കോളിൻ്റെ ബോളാണ്. സണ്ണായിട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി ആ ഷേപ്പ് കട്ട് ചെയ്തതിൻ്റെ ഉൾഭാഗത്ത് നിന്നും ചെറിയൊരു വട്ടം നമുക്ക് ഈ തെർമോക്കോൾ ബോൾ ഇങ്ങനെ ഉള്ളിലേക്ക് കയറുന്ന രീതിയിൽ ചെറിയൊരു വട്ടം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അതിനുശേഷം ആ കട്ട് ചെയ്തതിൻ്റെ അവിടെ നിന്ന് വളരെ കനം കുറച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് ഇതുപോലെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള പോലെ കട്ട് ചെയ്ത് കത്രിക വെച്ച് കട്ട് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബോൾ ആ ഹോളിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ പതിയെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ആ കട്ട് ചെയ്തെടുത്തിട്ടുള്ള എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ തെർമോക്കോളിൻ്റെ മീതെ ഈ ഒരു ചാർട്ട് പേപ്പർ ഒട്ടിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കണ്ടു, അത് നമ്മൾ കൈ കൊണ്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഉള്ളിലോട്ട് മടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് തെർമോക്കോൾ അതിൻ്റെ ഉള്ളിലേക്ക് വെക്കുമ്പോൾ കറക്റ്റായിട്ട് ആ ഒരു തെർമോക്കോളിലെ ആ സണ്ണിൻ്റെ ആ ഒരു എന്താ പറയുക രശ്മികൾ എന്നുള്ള പോലെ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള യെല്ലോ ചാർട്ടില്ലേ, അത് ആ തെർമോക്കോളിൽ നന്നായിട്ട് ഒട്ടിയിരിക്കും കേട്ടോ. അപ്പോൾ ഞാനത് ഉള്ളിലേക്ക് മടക്കിയതിന് ശേഷം ഫെവിക്കോൾ അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ ഫുള്ളായിട്ട് ഫെവിക്കോൾ തേച്ച് കൊടുത്തു. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തെർമോക്കോളിൻ്റെ വലിയ ബോള് ഈ ചാർട്ടിൻ്റെ ആ സർക്കിളിൻ്റെ ഉള്ളിലോട്ട് പതിയെ കയറ്റി കൊടുക്കാം. എന്നിട്ട് പശ അതിലേക്ക് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. സെൻറ്ററിലായിട്ട് വേണം, ആ തെർമോക്കോളിൻ്റെ സെൻറ്ററിലായിട്ട് വേണം ഈ ഒരു സംഭവം വെച്ച് കൊടുക്കാനായിട്ട്. അത്രയും നമ്മൾ ഉള്ളിലേക്ക് എടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു വലിയ തെർമോക്കോളിൻ്റെ ബോളൊക്കെ നമുക്ക് ഓൺലൈനായിട്ടൊക്കെ കിട്ടുന്നതാണ്. ഞാനിപ്പോൾ ഇത് ആമസോണിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തെർമോക്കോൾ ബോൾസ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഫോർ സോളാർ സിസ്റ്റം എന്ന് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ബോൾസൊക്കെ നമുക്ക് കറക്റ്റ് നമ്മൾ പ്ലാനറ്റ്സിനും അതുപോലെ സണ്ണിനൊക്കെ വലുപ്പത്തിനനുസരിച്ച് അതിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ തെർമോക്കോൾസ് എടുത്തിട്ട് ഒട്ടിച്ച് വലുപ്പത്തിലാക്കിയിട്ട് ഷേപ്പ് ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ എളുപ്പമായിട്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓൺലൈനിൽ വാങ്ങിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ വീട്ടിൽ തെർമോക്കോൾ ഒട്ടിച്ച് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ സണ്ണിനെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? അത് നന്നായിട്ട് നമ്മൾ ആ ഉള്ളിലോട്ട് ഇങ്ങനെ മടക്കി ഒട്ടിച്ചു കൊടുത്തതുകൊണ്ട് നന്നായിട്ട് അതിൽ ഒട്ടിയിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്ലാക്ക് ചാർട്ട് എടുത്തിട്ടുള്ളതിൽ സർക്കിൾ രീതിയിൽ വരച്ചു കൊടുക്കണം. ഞാനിത് ആദ്യം ഓവൽ ഷേപ്പിലാണ് വരച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഓവൽ ഷേപ്പിലാകുമ്പോൾ നമുക്കത് കറങ്ങുന്ന സമയത്ത് കറക്റ്റായിട്ടത് ആ ഒരു ഓർബിറ്റിലായിരിക്കില്ല പ്ലാനറ്റ് പോവുക. അതുകൊണ്ട് ഞാനത് മാച്ച് വീണ്ടും സർക്കിളാക്കി എടുത്തു കേട്ടോ. പിന്നെ നമുക്ക് ഇതിന് സെൻറ്ററിലായിട്ട് ഈ സണ്ണിനെയൊക്കെ പ്ലേസ് ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കണം. അതിന് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കാർഡ്ബോർഡിൻ്റെ തന്നെ ഒരു ചെറിയതാ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള പോലെ ഒരു പീസാണ്, നീളനെയുള്ളൊരു പീസാണ്. അത് കൈവച്ച് നന്നായി ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഇതുപോലെ റോൾ ചെയ്തെടുക്കണം. അത്യാവശ്യം നല്ല കട്ടിക്ക് തന്നെ നമ്മളിതിങ്ങനെ റോൾ ചെയ്തെടുക്കുക. റോൾ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് പശ വെച്ചിട്ടോ അല്ലെങ്കിൽ സെല്ലോ ടൈപ്പ് വെച്ചിട്ടോ നന്നായി അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ കണ്ടോ, ഇതുപോലെ ഇങ്ങനെ ചുറ്റി വരുമ്പോൾ നല്ല കട്ടിക്കുള്ള ഒരു സ്റ്റാൻഡ് പോലെ കിട്ടും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതുപോലെയാണ് ഞാൻ റോൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊരു സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിക്കണമെങ്കിൽ അങ്ങനെയായാലും ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ സെല്ലോ ടേപ്പ് വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റായി കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് കിട്ടും. ഇനി ഇതിനെ നമുക്ക് പെയിൻ്റ് അടിച്ച് ബ്ലാക്ക് കളറൊക്കെ ആക്കിയെടുക്കാം. ഇത് ഞാൻ നമ്മൾ സെൻറ്ററിൽ നമ്മൾ 8 ഓർബിറ്റ്സാണ് വരച്ചിട്ടുള്ളത്. അതിൻ്റെ സെൻറ്ററിൽ സണ്ണ് വെക്കാനുള്ള സ്ഥലം ഉണ്ടല്ലോ, ആ ഭാഗത്താണ് ഇങ്ങനെ അത് ഈ ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് സ്പിന്നറാണ്. നമുക്ക് മോട്ടറൊക്കെ വെച്ചിട്ട് മിനി മോട്ടറൊക്കെ വെച്ചിട്ട് ഈ ഒരു സംഭവം തിരിക്കാട്ടോ ഈ ഒരു പ്ലാനറ്റ്സിനെ. പക്ഷേ ഇപ്പം മോട്ടറൊന്നും കയ്യിലുണ്ടായിരുന്നില്ല. പിന്നെ അത് ഇങ്ങനെ ബാറ്ററി ഒന്നും യൂസ് ചെയ്യാതെ തന്നെ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു സ്പിന്നർ യൂസ് ചെയ്തത്. അപ്പോൾ ഈ ഒരു സ്പിന്നർ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സ്പിന്നറിലെ മുകൾ ഭാഗം താഴ്ഭാഗവും കറങ്ങില്ല. അപ്പോൾ നമുക്ക് സണ്ണിനെ പ്ലേസ് ചെയ്യാൻ നല്ലതാണ്. അപ്പോൾ സണ്ണ് കറങ്ങില്ല, ബാക്കി ചുറ്റോറുമുള്ള പ്ലാനറ്റ്സ് നല്ല രീതിയിൽ നല്ല രസമായിട്ട് കറങ്ങും കേട്ടോ. കറങ്ങിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കില്ല, നമുക്ക് കൈ വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് സിമ്പിൾ ഒരു വർക്കിംഗ് മോഡലല്ലേ, കൈ വെച്ചിട്ട് ചെയ്യാവുന്നല്ലോ, റൊട്ടേറ്റ് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഒരു സ്പിന്നറിലാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ചാർട്ടിൽ നമ്മൾ ആ സർക്കിൾ വെച്ചിട്ടുള്ളതൊക്കെ ഒന്ന് വൈറ്റ് പെയിൻറ്റ് വെച്ചിട്ടൊന്ന് ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബ്രഷ് വെച്ചിട്ട് കുറച്ച് വൈറ്റ് പെയിൻറ്റ് അതിലിങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ കൈ വെച്ച് ഒന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള പോലെ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ഡോട്ട് ആയിട്ട് ഇങ്ങനെ ആ ഒരു ചാർട്ടിൽ വരും. അപ്പോൾ നല്ല ഇങ്ങനെ എന്താ പറയുക സ്റ്റാർസിൻ്റെ ഒക്കെ പോലെ
ഡോട്ട്സ് വരും കേട്ടോ. ഇനി ഇതാണ് ഞാൻ വരയ്ക്കുകയും അതുപോലെ കുഞ്ഞ് മെറ്റലിലുള്ള കുഞ്ഞു കല്ലുകൾ അതിൻ്റെ നടുഭാഗത്ത് ആ ഒരു ഓർബിറ്റിൻ്റെ ഇടഭാഗത്തൊക്കെ ഞാൻ ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ചെറിയ റോക്കറ്റ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഈ ഒരു സംഭവത്തിൽ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുഞ്ഞു സ്റ്റാർസ് വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, വൈറ്റ് പെയിൻറ്റ് വെച്ചിട്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഓർബിറ്റും സംഭവങ്ങളൊക്കെ സെറ്റായി ആ ഒരു ബ്ലാക്ക് ചാർട്ടിൽ. ഇനി സെൻറ്ററിലായിട്ട് ഞാൻ കുറച്ച് നമ്മുടെ സ്റ്റാൻഡ് ഫിക്സ് ചെയ്യാനായിട്ട് കുറച്ച് ഡബിൾ സൈഡ് സ്റ്റിക്കേഴ്സ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ബ്ലാക്ക് ചാർട്ട് ഞാൻ കട്ടിയുള്ള ഒരു കാർഡ്ബോർഡിൻ്റെ മീതെയാണ് ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ മുകൾ ഭാഗത്തായിട്ട് സോളാർ സിസ്റ്റം എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി കണ്ടില്ലേ, ഇതുപോലെ ഏകദേശം ഒരേ ഗ്യാപ്പ് എന്നുള്ള രീതിയിൽ നമുക്കത് ഓർബിറ്റ്സ് വരച്ചു കൊടുക്കാം. പിന്നെ ഞാൻ ആദ്യം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ആ ഒരു സ്റ്റാൻഡ് ഇതുപോലെ 2-3 പീസ് കാർഡ്ബോർഡ് പീസിൻ്റെ മീതെ ഒട്ടിച്ചു കൊടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ നല്ലതുപോലെ അത് ഫിക്സ് ആക്കിയിട്ട് വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുത്തത്. നല്ല കട്ടിക്ക് തന്നെ നമ്മൾ ഫെവിക്കോൾ വെച്ചിട്ട് തന്നെ ഒട്ടിച്ചത് കാർഡ്ബോർഡിൻ്റെ പീസുകൾ. പിന്നെ ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റാൻഡ് നമുക്ക് സെൻറ്ററിൽ നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ള ഡബിൾ സൈഡ് സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ള അതിൻ്റെ മുകളിലേക്കായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഇരിക്കും. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ സ്പിന്നറിന് മീതെ എങ്ങനെയാണ് നമ്മുടെ പ്ലാനറ്റ്സിനെ കറക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ബാംബു സ്ക്യൂവേഴ്സാണ്. അത് നമുക്ക് ഓൺലൈനൊക്കെ ആമസോണിലൊക്കെ കിട്ടുന്നതാണ് കേട്ടോ, അല്ലെങ്കിൽ ഷോപ്പുകളിലായാലും കിട്ടും. നമ്മൾ കബാബും അതുപോലെ ബാർബിക്യൂ സ്റ്റിക്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമ്മുടെ ആ സ്പിന്നറിന് 5 ഒരു വടി പോലത്തെ ഭാഗമാണുള്ളത്. അപ്പോൾ നമുക്ക് 8 പ്ലാനറ്റ്സ് ഇല്ലേ, ആ 8 പ്ലാനറ്റ്സിനെ ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 5 3 നമ്മൾ 2 ഈച്ച് വടികൾ ഫിക്സ് ചെയ്യണം. അതുപോലെ 2 ഓരോന്ന് വെച്ചിട്ട് അങ്ങനെ 8 സ്റ്റിക്ക് നമ്മളതിൽ സെല്ലോ ടേപ്പ് വെച്ച് നന്നായിട്ട് നല്ല ടൈറ്റായിട്ട് തന്നെ ചുറ്റി കൊടുക്കണം. പിന്നെ ഓരോ സ്ക്യൂവേഴ്സിൻ്റെയും നീളം എന്ന് പറയുന്നത് ഓരോ ഓർബിറ്റിനനുസരിച്ചിട്ട് വേണം കേട്ടോ കൂട്ടി കൊടുക്കാനായിട്ട്. അതും ഈ ഒരു ബാംബു സ്റ്റിക്ക് വെച്ചിട്ട് തന്നെ നമുക്ക് നീളം കൂട്ടി കൊടുക്കാം. അതിനുശേഷം സ്ക്യൂവേഴ്സിന് ബ്ലാക്ക് കളർ അടിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ തെർമോക്കോളിൻ്റെ ബോൾസുകൾ ഓരോ പ്ലാനറ്റ്സിൻ്റെ അനുസരിച്ച് സൈസാക്കി എടുത്ത് പെയിൻ്റ് അടിച്ചതിന് ശേഷം ഈ സ്ക്യൂവേഴ്സിലേക്ക് കുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുത്തി കൊടുക്കുന്ന സമയത്ത് കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സ്ക്യൂവേഴ്സിൻ്റെ മീതെ കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഊരി പോരാണ്ട് ഇരിക്കട്ടെ, അല്ലെങ്കിൽ കറങ്ങുമ്പോൾ ചിലപ്പോൾ അത് ലൂസായിട്ട് ഊരി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ ആ വടിയുടെ മീതെ ഓരോ പ്ലാനറ്റ്സിൻ്റെയും പേര് ഒരു ചെറിയ കനം കുറഞ്ഞ കടലാസിൽ എഴുതിയിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫെവിക്കോൾ വെച്ചിട്ട് തന്നെയാണ് ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഓരോ കളേഴ്സും നമ്മുടെ മെർക്കുറിക്ക് ഒരു ഡാർക്ക് ഗ്രേ കളറ്, പിന്നെ ജൂപ്പിറ്ററിന് ഇതുപോലെ ബ്രൗണും അതുപോലെ പീച്ചും പോലത്തെ ഒരു കളറും മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ലൈൻസൊക്കെ ഇട്ടിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ എർത്തിന് ലൈറ്റായിട്ടുള്ള സ്കൈ ബ്ലൂ കളറും പിന്നെ ഗ്രീൻ കളറും അടിച്ചു കൊടുത്തിട്ടുണ്ട്. നെപ്റ്റ്യൂണിനെ ഡാർക്ക് ബ്ലൂവും പിന്നെ വൈറ്റും ആണ് കൊടുത്തിട്ടുള്ളത്, ലൈൻസ് ആയിട്ട് ഇങ്ങനെ സർക്കിൾ ആയിട്ടുള്ള രീതിയിൽ. പിന്നെ യുറാനസിന് ഒരു ഗ്രീനും ബ്ലൂവും മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ സാറ്റേണിന് സെൻറ്ററിൽ ഒരു ഹെക്സഗൺ ഷേപ്പിൽ ഒരു പർപ്പിൾ ഷെയ്ഡ് ഉണ്ട്. പിന്നെ ബാക്കിയെല്ലാം ഒരു യെല്ലോയും അതുപോലെ യെല്ലോയും ബ്രൗണൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. വീനസിനും ഇതുപോലെ ഒരു യെല്ലോ ഗോൾഡൻ ഷെയ്ഡാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ഒരു സംഭവം നമ്മൾ ഫിക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ ആ സ്പിന്നറിൻ്റെ താഴ്ഭാഗത്തും മോൾ ഭാഗത്തും റൗണ്ട് ഷേപ്പിൽ അതിൻ്റെ ആ ഒരു ഷേപ്പിൽ നമ്മൾ ഡബിൾ സൈഡ് സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് നമ്മൾ ആദ്യം ബ്ലാക്ക് ചാർട്ടിൽ ഫിക്സ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡിൻ്റെ മീതേക്ക് ഒട്ടിച്ചു കൊടുക്കുക. അതുപോലെ നമ്മുടെ സ്പിന്നറിൻ്റെ മുകൾ ഭാഗത്തെ ഡബിൾ സൈഡിൻ്റെ മുകളിലേക്ക് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള സണ്ണും ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നമുക്ക് കറക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ മിനി മോട്ടറോ അല്ലെങ്കിൽ ബാറ്ററി ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാവുന്ന ഒരു അടിപൊളി സോളാർ സിസ്റ്റത്തിൻ്റെ മോഡലാണിത്. അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം ഇത് നമുക്ക് ഈ ഒരു സോളാർ സിസ്റ്റത്തിൻ്റെ ഈ ബോൾസ് ആയാലും ഈ സ്ക്യൂവേഴ്സ് ആയാലും ഒക്കെ നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ കിട്ടും. ഇപ്പോൾ അങ്ങനെ വാങ്ങിക്കാൻ കിട്ടാത്ത വീട്ടുകാരോട് പറഞ്ഞിട്ട് തെർമോക്കോൾ ഒട്ടിച്ച് ഷേപ്പ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇതാണ് ഞാൻ എൻ്റെ മോനെ സയൻസ് പ്രോജക്റ്റിനായിട്ട് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്ന സിമ്പിൾ
വർക്കിംഗ് മോഡൽ. പിന്നെ ഒരു ചാർട്ടും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ മെയിനായിട്ടുള്ള ഈ പ്ലാനറ്റ്സിൻ്റെ മെയിനായിട്ടുള്ള ചെറിയ ഒരു 2-3 പോയിൻറ്റ്സ് ആണ് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം അതിൻ്റെ പിക്ചേഴ്സ് വരയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരയ്ക്കാൻ അറിയുന്നവർ ഇതുപോലെ വരച്ച് പെയിൻ്റ് അടിച്ച് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പിക്ചേഴ്സ് നമുക്ക് വാങ്ങിക്കാനൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തിട്ട് അത് ഒട്ടിച്ച് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ ഇതുപോലെ ഇങ്ങനെ പ്ലാനറ്റ്സ് കള്ളികളായിട്ട് വരച്ച് അതിലെ പ്ലാനറ്റ്സിൻ്റെ പിക്ചറും അതിൻ്റെ പേരും അതിൻ്റെ കുഞ്ഞു പോയിൻറ്റ്സും എഴുതി കൊടുത്തു. മുകളിലെ ഒരു സോളാർ സിസ്റ്റം ജസ്റ്റ് ഇങ്ങനെ ഓർഡർ അനുസരിച്ചിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ, വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ സയൻസ് പ്രോജക്റ്റിനായിട്ട് മോൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്